കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി സ്ഥാപിക്കാൻ റെയിൽവേക്കൊപ്പം സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയെ പങ്കാളിയാക്കണമെന്ന നിർദ്ദേശമാണ് പാലക്കാട്ടെ രണ്ട് പ്രമുഖ CPM നേതാക്കൾ തമ്മിലെ വാക്പോരിൽ എത്തിയത്. പണം മുടക്കണമെങ്കിൽ സെയിലിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി വേണമെന്ന് അറിയാത്തവർ ആരുമുണ്ടാകില്ലെന്നായിരുന്നു കൃഷ്ണദാസിന്റെ വിമർശം. എന്നാൽ കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് കൃഷ്ണദാസിന്റെ പ്രതികരണമെന്ന് ഇതിന് MP രാജേഷിന്റെ മറുപടി. സഖാവ് കൃഷ്ണദാസ് എൻ്റെ മുൻഗാമിയാണ്. ദീർഘകാലം 13 കൊല്ലം അദ്ദേഹം MP ആയിട്ട് പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹം വളരെ നിഷ്കളങ്കമായിട്ട് ഇന്നലെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. അല്ലാതെ വേറെന്തെങ്കിലും പ്രത്യേകം ഉദ്ദേശത്തോടു കൂടി പറഞ്ഞതാണെന്നൊന്നും വിശ്വസിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞോട്ടെ, വളരെ നിഷ്കളങ്കമായിട്ട് അദ്ദേഹം പറഞ്ഞു. കാര്യങ്ങൾ അദ്ദേഹത്തിന് അപ്പോൾ പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജിക്കാൻ ശ്രമിച്ചത് താൻ പരാജയപ്പെടുത്തിയെന്നും രാജേഷ് പറഞ്ഞു. NN കൃഷ്ണദാസ് MP ആയിരുന്ന കാലത്ത് നടന്ന ഡിവിഷൻ വിഭജനം ഓർമ്മിപ്പിച്ചായിരുന്നു ഈ അവകാശവാദം. MP ഫണ്ട് വിനിയോഗിച്ചതിന്റെ കണക്ക് പറഞ്ഞപ്പോഴും കൃഷ്ണദാസിനെ പ്രതിക്കൂട്ടിൽ നിർത്തി. കഴിഞ്ഞ തവണ ചെലവഴിക്കാതെ ബാലൻസ് കൂട്ടിയാൽ 97.2%. അതല്ല, ഈ എനിക്ക് കിട്ടേണ്ട ഫണ്ട് മാത്രം കണക്കാക്കിയാൽ 101.76% ചെലവഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു MP-യുടെ പ്രവർത്തനത്തെ വിലയിരുത്തുന്നതിൽ ഒരു മാനദണ്ഡം MP ഫണ്ട് വിനിയോഗം കൂടിയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജേഷിനെ തോൽപ്പിക്കാൻ കൃഷ്ണദാസ് ശ്രമിച്ചെന്ന് ആരോപണമുയർന്നിരുന്നു. CPM-ന്റെ അന്വേഷണ കമ്മീഷൻ ഇത് ശരിവെച്ചതോടെ ഏരിയ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് മുന്നിലെത്തി നിൽക്കെയാണ് ഇരുവരും തമ്മിൽ വാക്പോര് നടക്കുന്നത്. മീഡിയ 1 പാലക്കാട്.